അമേസിങ്. പാലേരി മാണിക്യം എന്ന് പറയുന്നത് ആ സിനിമ ഒരുപാട് പഴക്കമുണ്ട സിനിമ അല്ല. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ആ സിനിമ വീണ്ടും റിലീസ് ചെയ്തിരുന്നു. അന്നും നല്ല രീതിയിൽ ജനപിന്തുണ നേടിയ ചിത്രമാണ്. പിന്നെ റീ റിലീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പടം ആകണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. നമുക്ക് അന്നും ആറാടി ഇന്നും ആറാടിക്കൊണ്ടല്ലേ ഇരിക്കണത്. ഫാൻ ഫൈറ്റിനൊന്നും തയ്യാറല്ല. പക്ഷേ എന്നായിരുന്നാലും നരസിംഹ അത് വേറൊരു കാറ്റഗറി. പക്ഷേ എന്താ പറയുക, വലിയേട്ടൻ മമ്മൂക്കയുടെ എന്താ പറയുക, ഒരു അഴിഞ്ഞാട്ടമാണ്. അത് എല്ലാവർക്കും അറിയാം. ആ സിനിമ ഒരു സാധാരണ ഒരു ഓഡിയൻസ് കണ്ടിരുന്നാലും ഞാനൊരു ഫാൻ അതിനെ കൊണ്ട് പറയുന്നില്ല. എന്നിട്ട് 24 ഇപ്പം മമ്മൂട്ടി 74 വയസ്സായി. 49-50 വയസ്സുള്ള സമയത്ത് അഭിനയിച്ച പടം. ഇപ്പോൾ ആ പ്രായത്തിലുള്ള മമ്മൂട്ടി ഇപ്പോഴും ഒരേപോലെ നിൽക്കുകയാണ്. അതേണക്ക് തന്നെ നമ്മൾ മുമ്പത്തെ ഒരു ഇതല്ല, എഴുത്തിൻ്റെ BGM ഒക്കെ സൂപ്പർ, എഡിറ്റിംഗ് അല്ലേ ചെയ്തത് കാര്യം വേറെ സൂപ്പർ. ഒരു അടിപൊളിയാണ്, പറയാനൊന്നുമില്ല. സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറാണ്. നമുക്കാരെ ആ ഡയലോഗും ആ ഫൈറ്റൊക്കെ അടിപൊളിയായിരിക്കുന്നുണ്ട്. സൂപ്പർ പടം. അല്ല, ഇത് നമ്മൾ കണ്ടായിരുന്നു മുമ്പ് 2000 കണ്ടായിരുന്നു. പക്ഷേ അതിനെ ഇപ്പം കണ്ടപ്പോഴും അതിനേക്കാളും സൂപ്പറായിരിക്കുന്നു. സൂപ്പർ ഗംഭീരമായിട്ടുണ്ട്. അന്ന് ഞാൻ 2000 തിരുവോണ ദിവസം തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ നിന്ന് ആദ്യ ഷോ തന്നെ കണ്ടു. അതിനുശേഷം നമ്മൾ ഈ പടം ഒരുപാട് CD യിലും TV യിലൊക്കെ കാണാറുണ്ട്. എത്ര കണ്ടാലും മടുക്കില്ല എന്നുള്ളത് ഒരു വശത്തിരിക്കട്ടെ. എന്നിരുന്നാലും അറക്കൽ മാധവൻ ഉണ്ണിയെ വീണ്ടും ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കൂടെ കാണാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതും ആദ്യ ഷോ തന്നെ കാണാൻ സാധിച്ചു. അത് വളരെ സന്തോഷം. പിന്നെ പുത്തൻ സാങ്കേതിക വിദ്യ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ. കാരണം ക്വാളിറ്റി വൈസ് ആയാലും ശബ്ദമായാലും എന്തായാലും എല്ലാം ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. പാലേരി മാണിക്യം എന്ന് പറയുന്നത് ആ സിനിമ ഒരുപാട് പഴക്കമുണ്ട സിനിമ അല്ല. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ആ സിനിമ വീണ്ടും റിലീസ് ചെയ്തിരുന്നു. അന്നും നല്ല രീതിയിൽ ജനപിന്തുണ നേടിയ ചിത്രമാണ്. പിന്നെ റീ റിലീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പടം ആകണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. എന്നിരുന്നാലും ഈ പടം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മുടെ പുതിയ തലമുറ അധികം പേര് കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കൊരു ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല, അവർക്ക് കാണാനുള്ളൊരു അവസരമായിട്ട് ശരിക്കും ആറാടി. നമുക്ക് അന്നും ആറാടി ഇന്നും ആറാടിക്കൊണ്ടല്ലേ ഇരിക്കണത്. നമുക്ക് എന്നും ആറാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വരാനുള്ളതും കഴിഞ്ഞതും എല്ലാം ഗംഭീരമായ രീതിയിൽ അങ്ങ് പുള്ളി വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖമായാലും ശരി, കാതലാണെങ്കിലും ശരി, ഓരോന്നും വിഭിന്ന വേഷങ്ങൾ. ഇനി വരാൻ പോകുന്നത് ബസ്സൊക്കെ ആണെങ്കിൽ ശരി, ഡൊമിനിക് ആണെങ്കിൽ ശരി, അടുത്ത് വരാൻ പോകുന്ന ശരി, മമ്മൂക്കായി ലാലേട്ടനും അഭിനയിക്കുന്ന ഒരു മാസ്മരിക വിസ്മയ ചിത്രം വരാൻ കാത്തിരിക്കുന്നു. മഹേഷ് നാരായണൻ്റെ ഗംഭീരമായ ഒരു മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തകർത്ത് തരിപ്പണമാക്കി ഒരു പുതുതരംഗം തീർക്കാൻ മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ്റെ ഒരു ഗംഭീരമായ ഒരു പെർഫോമൻസ് വരാനിരിക്കുന്നു. ഈ വല്യേട്ടൻ 4K അറ്റ്മോസ്ഫിയർ ഗംഭീരമായൊരു വിസ്മയം. അമേസിങ്, റിയലി അമേസിങ്. എങ്ങനെ അല്ല, അത് വേറൊരു ഇതല്ലോ. അങ്ങനെ ഒരിക്കലും ഇല്ല. അതൊന്നും ചേട്ടാ കണ്ടതെന്ന് വെച്ചാൽ റിലീസ് പടം നമ്മൾ എങ്ങനെ ചെയ്ത് അതേ ഒരു ഫീലിങ്ങും കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ 24 വർഷം ആയിന്ന് തന്നെ ഡൗട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റിലീസ് തന്നെ മമ്മൂക്കാരെ എന്നൊക്കെയാണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു ഇത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ റിലീസ് പടം കാണും അതിൻ്റെ എഫക്റ്റ് സൂപ്പർ. കാരണം എന്ന് വെച്ചാൽ ഒന്നും ഒരിതുമില്ല. കാരണം നമ്മൾ എങ്ങനെ റിലീസ് അത് കണക്ക് തന്നെ ഇത് വലിയ ഗംഭീരമായിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇനിയും വീണ്ടും കാണരുത്. കാരണം വെച്ചാൽ ഓരോ സീന് കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു സീൻ ഇതാണ് കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. BGM അത് കണക്ക് തന്നെ നമ്മൾ മുമ്പത്തെ ഒരു ഇതല്ല, എഴുത്തിൻ്റെ BGM ഒക്കെ സൂപ്പർ, എഡിറ്റിംഗ് അല്ലേ ചെയ്തത് കാര്യം വേറെ സൂപ്പർ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തതിൻ്റെ ബൈജേട്ടനെ അവരെയൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. കാരണം അടിപൊളിയായിട്ട് സിനിമയാണ്. പക്ഷേ ഇത് വന്ന സമയത്ത് ആദ്യം എന്താ പറയുക, ഇങ്ങനെ ഒരു 4K വരണം എന്ന് പറയുമ്പോൾ കുറേ ട്രോളുകളൊക്കെ വന്നു. ഒരു ചാനൽ സ്ഥിരമിട്ട് വെറുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ അതൊക്കെ ഈ ട്രോളിയവരൊക്കെ വെറുതെ ഇരിക്കേണ്ട കാര്യമാണ്. കാരണം ഷാജി കലാസും രഞ്ജിത്തും കൂടെ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പക്ക മാസ് അഴിഞ്ഞാട്ടമാണ്. അത് 4Kയിൽ വന്നപ്പോൾ എന്താ പറയുക, നമ്മൾ ആ 24 വർഷം മുന്നേ ഞാനന്ന് B ക്ലാസ്സിൽ കണ്ടപ്പോഴാണ് ഇപ്പം ഞാൻ അത് കണ്ടപ്പോൾ ഒരു ഫ്രഷ് സിനിമ കാണുന്ന ഒരു ഫീൽ. അത്രയ്ക്ക് ആ സാധനം ആ എല്ലാ വലിയ സിനിമയിലുണ്ടല്ലോ. അത് 4Kയിൽ വന്നപ്പോൾ ആ സൗണ്ട് ആയിരുന്നാലും പിക്ചറായിരുന്നാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫാൻ ഫൈറ്റിനൊന്നും തയ്യാറല്ല. പക്ഷേ എന്നായിരുന്നാലും നരസിംഹ അത് വേറൊരു കാറ്റഗറി. പക്ഷേ എന്താ പറയുക, വലിയേട്ടൻ മമ്മൂക്കയുടെ എന്താ പറയുക, ഒരു അഴിഞ്ഞാട്ടമാണ്. അത് എല്ലാവർക്കും അറിയാം. ആ സിനിമ ഒരു സാധാരണ ഒരു ഓഡിയൻസ് കണ്ടിരുന്നാലും ഞാനൊരു ഫാൻ അതിനെ കൊണ്ട് പറയുന്നില്ല. ആ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. അതിലേതൊരു സംശയമില്ല. മലയാളികളുടെ വലിയേട്ടൻ മമ്മൂക്ക തന്നെയാണ്. അത് അത്രമാത്രം അത് അടിപൊളിയായിട്ട്
മമ്മൂക്ക ആ റോളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് പഴയ സിനിമയിൽ നമ്മളിപ്പം പുള്ളി ചെയ്ത റോളിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും നരസിംഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാണ് ഒരു ഫാൻ ഫൈറ്റിനും തയ്യാറല്ല. അത് വേറൊരു കാറ്റഗറി, ഇത് വേറൊരു കാറ്റഗറി. അല്ലാതെ ഒരു ഫാൻ ഫൈറ്റിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പടം മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. അല്ല, അത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മളെ ഇത് കൊടുക്കുമല്ലോ, അതായത് ടൈറ്റിൽ കാർഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ തിയേറ്ററിൽ ആ ടൈറ്റിൽ കാർഡ് ആയിരിക്കുന്ന ഓഡിയൻസ് എന്താ പറയുക അത്ര ആവേശം കൊള്ളുന്ന ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. ട്രെയിലറിൽ അത്ര ആവേശമുണ്ട് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ട്രെയിലറിനേക്കാൾ ഡബിൾ ആവേശമുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. അതായത് പഴയ ഒരു സിനിമ നമ്മൾ കണ്ട് മടുത്തെങ്കിലും ഈ വലിയേട്ടൻ 4K വരേണ്ട ഒരു സാധനം തന്നെയായിരുന്നു. അതിന് എത്ര കണ്ടാലും അതിൽ കാണാനുണ്ട്. അത് ഷാജി കൈലാസും രഞ്ജിത്തും കൂടെ മമ്മൂക്കയ്ക്ക് ചെയ്ത മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടമാണ്. അത് എല്ലാവർക്കും ഒരു പക്ക മാസ സാധനമാണ്. അത് 4K വന്നത് തന്നെ നമ്മളൊക്കെ അത്രയും സന്തോഷിക്കുന്നു. കാരണം ഇത് ഏരിയസ് പ്ലസിനെ പോലത്തെ ഒരു കേരളത്തിലെ നമ്പർ 1 തിയേറ്ററിൽ ഓടി 1-ലൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ്, ഒരു ഫ്രഷ് സിനിമ കാണുന്ന ഒരു ഫീൽ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 വർഷത്തിന് ശേഷമാണ് ഈ പടം വരുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ആ സമയത്ത് സിനിമ പോയി തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷം പലതവണ പല ഇതിൽ കണ്ട് ഈ പറയുന്ന പോലെ ഈ കൈരളി TV-യിലായാലും പലതിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പടം വന്ന് കണ്ട് തുടക്കം മുതൽ പിന്നെ നമ്മളങ്ങോട്ട് പിടിച്ചിരുത്തിയെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു ചിത്രം ഇപ്പോഴത്തെ രീതിയിൽ 4K വന്നപ്പോൾ ഒരു രക്ഷയില്ല. 4K എന്ന് വെച്ചാൽ കിഡിലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. കിഡില ഇതിലിപ്പോൾ ഒരു ഏകദേശം ഒരു 10-12 പേര് ജീവിച്ചിരിപ്പില്ല. ഇതിലെ കലാകാരന്മാരും ഇതിലെ അണിയറ പ്രവർത്തകരും ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങി നമ്മൾ കണ്ട ഒരു പ്രതീതിയാണ്. നന്നായിട്ടുണ്ട്, നല്ല ക്ലാരിറ്റിയും നന്നായിട്ടുണ്ട്. 4K കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ചേഞ്ച് നമ്മൾ TV-യിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൽ നിന്ന് മാറി 4K തിയേറ്ററിൽ വന്ന് 4K കാണുമ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് 4K വന്നതിൻ്റെ പുറത്ത് അടിപൊളിയായിരുന്നു. കാരണം 10-24 വർഷമായ പടം വന്നിട്ട് 24 ഇപ്പം മമ്മൂട്ടിക്ക് 74 വയസ്സായി. 49-50 വയസ്സുള്ള സമയത്ത് അഭിനയിച്ച പടം. ഇപ്പോൾ ആ പ്രായത്തിലുള്ള ഈ മമ്മൂട്ടി ഇപ്പോഴും ഒരേപോലെ നിൽക്കുകയാണ്. ആ പ്രായം വെച്ച് നോക്കുമ്പോൾ ഗ്ലാമർ ആയിരുന്നാലും സൗന്ദര്യമായിരുന്നാലും യുവത്വമായിരുന്നാലും അതേപടി നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പം ഇതേപോലെ ഒരു പടം ഈ തലമുറയിൽപ്പെട്ട പയ്യന്മാർ കാണണം എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശ്രീകുമാർ തിയേറ്ററിൽ ആയിരുന്നു വന്നത്. അന്ന് 49-50 വയസ്സായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചപ്പോൾ. ഇന്ന് 74 വയസ്സായില്ലേ. ശ്രീകുമാർ തിയേറ്ററിലാണ് ഞാൻ കണ്ടത്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് പടം കാണുന്നത് ഈ പടം തിയേറ്ററിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടു. TV-യിൽ കണ്ടിട്ടുണ്ടോ? TV-യിൽ കണ്ടിട്ടുണ്ട്. TV-യിൽ ഞാൻ പകുതി ഫുള്ള് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറേ വട്ടം കണ്ടാൽ തിയേറ്ററിൽ ഇതൊക്കെ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ റയർ ചാൻസസ് അല്ലേ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇല്ല പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ല. അടിപൊളി. ആ പാട്ടൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിറഞ്ഞാഴിപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 4K കണ്ടതിൽ സന്തോഷമുണ്ട്. വന്ന് കണ്ടതാണ്, ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കണ്ട് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കൈരളി TV-ൽ കുറേ കണ്ടെന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്ററിൽ കണ്ടപ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ നല്ല. നമ്മൾ കൈരളിയിൽ TV-യിലല്ലേ കാണുന്നത്. ഇത് ഒരു 4K വരുമ്പോഴത്തേക്കും ഒരുപാട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ മാക്സിമം പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ടൊക്കെ നല്ല പക്ക. അതുപോലെ തന്നെ സ്ക്രീൻ എല്ലാം നല്ല ക്ലാരിറ്റിയിലാണ് വന്നിരിക്കുന്നത്. നല്ല 4K തന്നെ കാണുന്നത്. ഇത് കൈരളി TV ഇന്നലെ കൂടി ഒരു പടം ഉണ്ടായിരുന്നു. എന്നിട്ടും മലയാളിൽ ഇത്രയധികം ഈ പടം കാണാൻ വേണ്ടി ഇത്രയധികം ആൾക്കാർ വന്നു. അതിന് ഒറ്റൊരു കാരണം മമ്മൂക്കയാണ്. പിന്നെ ഒരുപാട് മരിച്ചുപോയ ഒരുപാട് കലാകാരന്മാരെ കണ്ടു. മണിച്ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, സുകുമാരിയമ്മ, അതുപോലെ തന്നെ ഒരുപാട് പേര് NF വർഗീസിനൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതൊക്കെ എന്താ പറയുക, പിന്നെ നമുക്ക് പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. തിയേറ്ററിൽ അതെ 1800 തവണ തിയേറ്ററിൽ കൈരളി ചാനൽ ടെലികാസ്റ്റ് ചെയ്ത പടമാണ്. എന്നിട്ടും മലയാളിൽ വരികയാണ് പടം കാണാൻ.